ആദായ നികുതിയിൽ വൻ ഇളവ് പ്രഖ്യാപിച്ചും മധ്യവർഗത്തെ കൂടെ നിർത്തിയും കേന്ദ്ര ബജറ്റ്. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇല്ല. മധ്യ ഇടത്തരം കുടുംബങ്ങൾക്ക് ആഹ്ലാദമേകുന്ന പ്രഖ്യാപനമാണിത്. ആദായ നികുതി ഘടന ലളിതമാക്കുമെന്നും ഇതിനായി ബിൽ കൊണ്ടുവരുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനം. We have periodically reduced their tax burden. Right after 2014, the nil tax slab was raised to 2.5 lakhs of rupees, which was further raised to 5 lakh rupees in 2019 and to 7 lakh rupees in 2023. This is reflective of our government's trust on the middle class taxpayers. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ഇളവാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം 100% ഉയർത്തി. സ്വകാര്യ പങ്കാളിത്തത്തിന് ആണവ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന നിർണായക പ്രഖ്യാപനവും ധനമന്ത്രി നടത്തി. The FDI limit for the insurance sector will be raised from 74 to 100%. This enhanced limit will be available for those companies which invest the entire premium in India. The current guardrails and conditionalities associated with foreign investment will be reviewed and simplified. കാർഷിക വായ്പാ പരിധി ബജറ്റിൽ ഉയർത്തി. വിദ്യാഭ്യാസ മേഖലയ്ക്കും AI സാങ്കേതിക വിദ്യയ്ക്കും ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. 1 മണിക്കൂർ 16 മിനിറ്റ് നീളുന്ന ബജറ്റാണ് ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് മറ്റു വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, കഴിഞ്ഞ ബജറ്റിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ ഇളവുകളൊന്നും നൽകിയിരുന്നില്ല. അന്ന് BJP പ്രതീക്ഷിച്ചത് ഇളവുകളൊന്നും നൽകാതെ അധികാരത്തിലേക്ക് സുഗമമായി വരാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് തിരിച്ചടി നേരിട്ടു. ഒരു കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കേണ്ടി വന്നു. അതോടുകൂടി ജനങ്ങൾക്ക്, മധ്യവർഗത്തിന് ഇളവുകൾ നൽകുക, അവരെ കയ്യിലെടുക്കുക, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പദ്ധതികൾ കൊണ്ടുവരിക എന്ന ഒരു പാഠമാണ് BJP പഠിച്ചത്. അതിൻ്റെ പ്രതിഫലനമാണോ ഈ മധ്യവർഗത്തെ കൂടെ നിർത്തുക എന്ന ഈ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്? വിജയകുമാർ, തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ഈ രാജ്യത്തെ മധ്യവർഗം അവർ അതൃപ്തരാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. കാരണം രാജ്യത്തെ വിലക്കയറ്റത്തിന്റെയും തൊഴിലില്ലായ്മയുടെയും അടക്കമുള്ള എല്ലാ ദുരിതങ്ങളുടെയും ഏറ്റവും കൂടുതൽ ഇതുകൊണ്ടുള്ള കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്ന വിഭാഗം മധ്യവർഗമാണ്. അവർ അതൃപ്തരാണ്. അത് പരിഹരിക്കുന്നതിനാവശ്യമായ പ്രഖ്യാപനങ്ങൾ ഇത്തവണ ബജറ്റിൽ ഉണ്ടാകുമെന്ന് ഈ ബജറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അതിനെ പൂർണ്ണമായും ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു ബജറ്റ് തന്നെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഈ ആദായ നികുതിയുടെ കാര്യത്തിൽ അതിന്റെ പരിധി 7 ലക്ഷത്തിൽ നിന്നും 10 ലക്ഷമായി ഉയർത്തിയേക്കും എന്നായിരുന്നു കണക്കുകൂട്ടിയിരുന്നത് എങ്കിൽ അതിനപ്പുറത്തേക്ക് 12 ലക്ഷമായി ഉയർത്തിക്കൊണ്ടുള്ള ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇതോടുകൂടി ഇതിന്റെ ഗുണഭോക്താക്കളുടെ പരിധി ഏതാണ്ട് ഇരട്ടിയോളമായി മാറുകയാണ്. ഇതിലൂടെ വലിയൊരു അളവിൽ തന്നെ പണം മാർക്കറ്റിലേക്ക് ഇറക്കാൻ കഴിയും എന്നും പണത്തിന്റെ ചാക്രീകരണം വേഗത്തിലാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് MSME മേഖലകളിലുള്ള സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഈ ബജറ്റിന്റെ ഭാഗമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒട്ടേറെ മേഖലകൾക്ക് പുതിയ പ്രഖ്യാപനം. അത് പോസ്റ്റൽ വകുപ്പിന്റേതാണെങ്കിൽ പോലും പോസ്റ്റൽ വകുപ്പിനെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് സംവിധാനമാക്കി മാറ്റുമെന്നും രാജ്യത്തുള്ള 1.5 ലക്ഷത്തോളം പോസ്റ്റ് ഓഫീസുകൾ അതിനായി ഉപയോഗിക്കും എന്നതടക്കമുള്ള പ്രഖ്യാപനം ഈ ബജറ്റിന്റെ ഭാഗമായി ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ കാർഷിക മേഖലയ്ക്കുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ധനമന്ത്രി നടത്തിയിരിക്കുന്നു. കൂടാതെ പ്രത്യേകിച്ചും യുവാക്കൾ, അവർ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അടക്കമുള്ള ദുരിതങ്ങൾ ഏറ്റവും കൂടുതലായി അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. അത് പരിഹരിക്കാനാണ് വായ്പകൾ, ചെറുകിട വായ്പകൾ, ഒപ്പം തന്നെ ചെറുകിട വ്യവസായ മേഖലയ്ക്കുള്ള പ്രോത്സാഹനം അടക്കമുള്ള പ്രഖ്യാപനങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആദായ നികുതിയിലുള്ള പ്രഖ്യാപനം തന്നെയാണ് ഈ ബജറ്റിലെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനമായി വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും
പ്രത്യേകിച്ചും ഇത് 12 ലക്ഷമായി ഉയർത്തിയതോടൊപ്പം തന്നെ പുതിയ ആദായ നികുതി നിയമം നിലവിലുള്ള പല സങ്കീർണമായ വകുപ്പുകളും പരിഹരിച്ചുകൊണ്ട് നിലവിലുള്ള നിയമത്തിന്റെ പകുതി മാത്രം വരുന്ന ഒരു നിയമം, പേജുകളുടെ എണ്ണത്തിലും ടെക്സ്റ്റുകളുടെ എണ്ണത്തിലും പകുതിയോളം മാത്രമായിരിക്കും പുതിയ നിയമമെന്നും അത് അടുത്തയാഴ്ച അവതരിപ്പിക്കും എന്നുമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. ഒപ്പം തന്നെ വിജയകുമാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബീഹാറുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ഇടക്കാല ബജറ്റിലും ബീഹാറിനും ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിനും ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. സഖ്യകക്ഷികളെ തൃപ്തരാക്കാൻ വേണ്ടിയാണ് ആ പ്രഖ്യാപനങ്ങൾ എന്നായിരുന്നു ആ ഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നത്. JDU-വിനെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ആണ് പ്രഖ്യാപനം എന്ന് വിലയിരുത്തിയത് എങ്കിൽ ഇപ്പോൾ ഈ ബജറ്റിലും ബീഹാറിനായി 4 പ്രധാന പ്രഖ്യാപനങ്ങളുണ്ട്. ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, കൂടാതെ ഗ്രീൻഫീൽഡ് എയർപോർട്ട്, മക്കാന ബോർഡ് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ബീഹാറിനായി ഈ ബജറ്റിലുമുണ്ട്. ധനമന്ത്രി എത്തിയത് ബീഹാറി ശൈലിയിലുള്ള വസ്ത്രം ധരിച്ചാണെന്ന് എന്നതടക്കം ബീഹാറിനെ ചേർത്ത് നിർത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു എന്ന സന്ദേശം നൽകാൻ തന്നെ ലക്ഷ്യം വെച്ച് തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ നവംബർ ഡിസംബർ മാസങ്ങളിലായി ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം മധ്യവർഗത്തെ കൂടെ നിർത്താൻ സാങ്കേതിക വൽക്കരണം, വിദ്യാഭ്യാസ മേഖലയിൽ ആധുനികവൽക്കരിക്കാനുള്ള പദ്ധതികളും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ അടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി ബജറ്റിൽ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാജ്യത്തെ 50 ഇത്തരത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രത്യേക പദ്ധതികളായി തന്നെ നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പ്രദേശങ്ങളുടെ പൂർണ്ണ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹോം സ്റ്റേകൾ ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്.